സോ വാട്ട് ഹാപ്പൻ വെൻ യു ഫാസ്റ്റ്? നിങ്ങൾ ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ബോഡിയിൽ സംഭവിക്കുക? നമ്മൾ സാധാരണ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പാറ്റേണിലാണ് പോകുന്നത്. ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യണം. നമ്മുടെ ബോഡി സ്ഥിരമായിട്ടൊരു പാറ്റേണിൽ പോയി കഴിഞ്ഞാൽ ബോഡിക്ക് ഒരു മടി വരും. അതിന് നമ്മളത് കോൺഷ്യസ്ലി ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ഫാസ്റ്റിംഗ്. എസ്പെഷ്യലി റംസാൻ. നമ്മുടെ ഉറക്കം കുറയും, ബിക്കോസ് നമ്മൾ രാത്രി നിസ്കരിക്കും, നമ്മൾ രാവിലെ നേരത്തെ എണീക്കും. നമ്മുടെ കംപ്ലീറ്റ് സിസ്റ്റത്തെ നമ്മൾ അങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ 30 ദിവസം നടക്കാൻ പോകുന്നത്. സോ നമ്മുടെ എല്ലാ റൂളുകളും നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒന്നും നടക്കൂല, ഒന്നും പറ്റൂല, അങ്ങനെ ഒന്നും പറ്റില്ല എന്നുള്ള ഏത് ആൾക്കാരും അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് 10 അല്ലെങ്കിൽ ലാസ്റ്റ് 10 തറാവിക്ക് ആൾക്കാരുണ്ടാവും. പള്ളിയിൽ വരാത്ത ആൾക്കാരെ വരും. ഇറ്റ്സ് ബിക്കോസ് ഇറ്റ് ഈസ് ബ്രേക്കിംഗ്. നമ്മുടെ ഒരു ലൂപ്പിലൂടെ അങ്ങനെ കടന്നു ഓടിക്കൊണ്ടിരിക്കും. ഈ ലൂപ്പിന് ഒറ്റ ബ്രേക്കിംഗ് ആണ്. ഇത് എല്ലാ കൊല്ലം ബ്രേക്ക് ചെയ്യണം. മിനിമം എല്ലാ കൊല്ലമെങ്കിലും ബ്രേക്ക് ചെയ്യണം. നമ്മളത് ഇടക്കിടക്ക് ബ്രേക്ക് ചെയ്യും. നമ്മുടെ പ്രോട്ടോകോളിലെ ആളുകൾ എല്ലാ ദിവസവും ബ്രേക്ക് ചെയ്യും. സോ നിങ്ങളുടെ ലിറ്ററലി നിങ്ങളുടെ എല്ലാ റൂളുകളെയും ബ്രേക്ക് ചെയ്യാണ് ചെയ്യുന്നത് ഫാസ്റ്റിംഗ്. സാദിഖ് ഭായി പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു ലിബറേഷൻ ആണ് കിട്ടാൻ പോകുന്നത്. യു ഫീൽ ഫ്രീ. ഇപ്പൊ നമ്മളൊരു കേജിന്റെ ഉള്ളിൽ അങ്ങനെ കെട്ടിട്ടിരിക്കുകയാണ്. എന്താണ്? അടുത്തൊന്ന് കഴിക്കണം, ഇനിയിപ്പോ ഉച്ചക്ക് ഭക്ഷണം കഴിക്കണ്ടേ, ഡിന്നർ കഴിക്കണ്ടേ, രാവിലെ എന്ത് കഴിക്കും, അയ്യോ. ലേഡീസ് ഒക്കെ ആണെങ്കിലോ തലേ ദിവസം ഉറങ്ങുമ്പോൾ അവരെ രാവിലെ എന്തുണ്ടാക്കുന്നതാണ്. എൻ്റെ ഒരു കസിന് ഇത് പ്രോട്ടോകോളിൽ കയറിയിട്ട് അവൾക്ക് പണിയില്ലാഞ്ഞിട്ട് അവള് അമ്മിയൊക്കെ വാങ്ങിയെന്ന് എന്നോട് പറഞ്ഞത്. കാരണം എന്താണ്? എടാ എനിക്കൊരു പണിയില്ലടാ പോന്ന് പറയണം. കാരണം എന്താ? ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല രാവിലെ. ഇറ്റ്സ് ബിക്കോസ് ലേഡീസിന് ഒരുപാട് ഫ്രീഡം കിട്ടും, ഒരുപാട് ഫ്രീ ടൈം കിട്ടും. ലേഡീസ് ഒരിക്കലും കിച്ചണിൽ മരിക്കാൻ വേണ്ടി ജീവിച്ച ആളുകൾ, ക്രിയേറ്റ് ചെയ്ത ആളുകളല്ല. നിങ്ങൾക്കും സെൽഫ് ആക്ച്വലൈസേഷൻ ഉണ്ട്, നിങ്ങൾക്കും നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ 24 മണിക്കൂർ കിച്ചണില്ല. ഇത് പലപ്പോഴും ലേഡീസ് ഒരു അഡിക്ഷൻ ആയിട്ടാണ്. ഈവൻ ചില ക്ലയൻസിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കൂല. എന്നാലും ഇല്ല, നിങ്ങൾ കുറച്ചേരം റെസ്റ്റ് എടുക്കുകയും നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അവർക്കത് അവരാ പാരഡൈം, ആ ബിലീഫ് അവരെ അങ്ങനെ പിടിച്ചു നിർത്തുകയാണ്. സോ ഫാസ്റ്റിംഗ് എല്ലാ റൂളുകളെയും ബ്രേക്ക് ചെയ്യുന്നുള്ളതാണ്. നൗ ഇൻ ഷോർട്ട്, ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻസുലിൻ സ്റ്റെബിലൈസേഷൻ നടക്കും, നിങ്ങളുടെ ബ്ലഡ് ഷുഗർ മാനേജിങ് നടക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തതാണ്. അത് റിവേഴ്സ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇനി ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് അത് എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പകരം അതിന്റെ സിംറ്റംസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇന്ന് കാണുന്ന എല്ലാ അസുഖങ്ങൾക്കും കാരണമെന്നാണ് നമ്മുടെ പ്രോട്ടോകോളിലെ ഒരു പ്രധാന തിയറി എന്ന് പറയുന്നത്. നമ്മൾ മാത്രമല്ല, ലോകത്തിലുള്ള പല ഡോക്ടർമാരും, എക്സ്പെർട്ടായ ഫങ്ഷൻ മെഡിസിൻ ഡോക്ടർമാരും ബയോഹാക്കേഴ്സും ഒക്കെ പറയുന്ന ഇതേ സിംറ്റം, ഇതേ കാര്യമാണെന്ന്. അപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റുക? ഒന്ന്, ഫെറ്റീഗ്. ഇടക്കിടക്ക് തലവേദനയും ക്ഷീണവും ടയർഡ്നെസ്സും ഫീലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. എക്സസ് വെയിറ്റ് ഇൻ ദ മിഡിൽ, അതായത് നിങ്ങൾ വയറിന്റെ ചുറ്റുപാടും അതുപോലെ തന്നെ വയറിങ്ങനെ പൊന്തിയിട്ടാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, നിങ്ങൾ ബെഡ് ടെസ്റ്റ് നിൽക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും നിങ്ങൾ സിക്കാണോ എന്നുള്ളത്. ഇങ്ങനെ സ്റ്റാൻഡപ്പ് ചെയ്യുക, എന്നിട്ട് താഴത്തേക്ക് നോക്കുക. നോക്കുമ്പോൾ നിങ്ങളെ കാലും ഞെരിയാണൊക്കെ കാണാൻ, തൊടയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെയാണ്. കാണുന്നില്ലെങ്കിൽ നിങ്ങൾ സിക്കാണ്. എന്താണ്? കൊടവയറിന്റെ പുറത്തു വന്നിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? ചിലരുടെ കാല് പോലും, ഷൂ പോലും കാണില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ സിക്കാണ്, നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ്. അടുത്തത് പാച്ചസ് ആണ്. അത് ഡാർക്ക് പാച്ചസ്. ചിലർക്കും ഉണ്ടാവും ഇങ്ങനെ ചെറിയ ചെറിയ കറുത്ത, കരിമ്പാറ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. ആ സാധനങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ കണ്ണിന്റെ ചുറ്റും കറുത്ത കളർ, കഴുത്തിന്റെ ചുറ്റും കറുത്ത കളർ. ഇതൊക്കെ എന്താണ്? ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ സിംറ്റംസ് ആണെന്നാണ്. എലിവേറ്റഡ് ബ്ലഡ് ഷുഗർ എപ്പോഴും കൂടി നിൽക്കുന്നു, HbA1c കൂടുന്നു. ഇറ്റ്സ് എ സിംറ്റം ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ആഗ്നി ഉണ്ടാവാം. അതുപോലെ തന്നെ ലേഡീസിനാണെങ്കിൽ PCOD, PCOS പോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. ഇതൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് സിംറ്റമാണ്. ഫാറ്റി ലിവർ ഉണ്ടാവാം, ഫാറ്റി പാൻക്രിയാസ് ഉണ്ടാവാം, ഫാറ്റി ടങ്ക് ഉണ്ടാവാം. കൂർക്കം വലി എന്ന് പറയുന്നത് ഫാറ്റി ടങ്ക് ആണ്. ബിക്കോസ് ലിവറിൽ സ്റ്റോർ ചെയ്തു, പാൻക്രിയാസിൽ സ്റ്റോർ ചെയ്തു, എല്ലാ ഓർഗനിലും സ്റ്റോർ ചെയ്ത് സ്ഥലമില്ല. കാരണം ഷുഗർ അടിച്ച് കയറുകയാണ്. കാരണം ഷുഗർ തിന്നണം എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് മറ്റൊരു ഫുഡ് ഇൻഡസ്ട്രിയുടെ മാർക്കറ്റിംഗ് ഫണ്ട് ചെയ്ത് നടത്തിയ സ്റ്റഡി ആണെന്ന് നമ്മൾ ഇൻസുലിനീസ് ഒക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നു. ഫുള്ള് മാർക്കറ്റിംഗ് സ്റ്റഡി. ഇങ്ങനത്തെ കുറെ ആൾക്കാർ ബിസിനസ് ചെയ്യുന്നത് കൊണ്ടാണ് സാധാരണക്കാർ വിചാരിച്ചിട്ടുള്ളത് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് ആണെന്നാണ്. അല്ല, കുറച്ച് ഫേക്ക് എല്ലാത്തിലും ഉണ്ടാവും. ഉടായ്പ കാണിക്കുന്ന ആൾക്കാരുണ്ടാവും. ബിസിനസ്സുകാർ എല്ലാവരും ഉടായ്പരല്ല. പക്ഷേ ഇങ്ങനെ ചില ആളുകൾ ഉടായ്പ കാണിക്കുമ്പോൾ എല്ലാവരും ആ ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവരെന്ത് തണ്ടിത്തരം ചെയ്യും എന്നാണ് ആൾക്കാർ വിചാരിച്ചിട്ടുള്ളത്. കാരണം ഇങ്ങനത്തെ ചില സംഭവങ്ങൾ നടന്നത് കാരണം. പിന്നെ ഷുഗർ ക്രേവിങ്, കാർബ്സ് ക്രേവിങ്. അയ്യോ എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം, ഭയങ്കരമായിട്ട് ക്രേവിങ് ഉണ്ടാവും. ഫീലിംഗ് ഹാംഗ്രി. ഹംഗ്രി അല്ല, ഹാംഗ്രി. ഹാംഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശപ്പുണ്ട്, ദേഷ്യമുണ്ട്.
ഇപ്പൊ ഈ നോമ്പ് നോക്കുന്ന സമയത്ത് ചില ആളുകൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്, പണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് പറയും, മാറൂഫ് എനിക്ക് നോമ്പാട്ടോ സംസാരിക്കണ്ട. കാരണം എന്താ വെച്ചാൽ എനിക്ക് ദേഷ്യം വരുന്ന പറയണേ. നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുന്ന പറയണേ. ബിക്കോസ് ഹാങ്ക്രി ആണ്, ഫീലിംഗ് ഹാങ്ക്രി. ഹെയർ നഷ്ടപ്പെടുക, അതുപോലെ തന്നെ സ്കിൻ ടാഗ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ബ്ലഡ് പ്രഷർ, BP ഉണ്ടാവുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ റിസൾട്ടാണ്. അതിന് മരുന്ന് കുടിച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് മാറൂല. ഫ്ലൂയിഡ് റിട്ടൻഷൻ, അതായത് സ്വെല്ലിങ്, നീര്, വീക്കങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഇതാണ്. കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങൾ, ഇതൊക്കെ എന്താണ്? ഇൻസുലിൻ റെസിസ്റ്റൻസ് സിംറ്റം ആണ്. അപ്പോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്, നിങ്ങൾ രോഗത്തിലോട്ടുള്ള ബസ്സിൽ കയറിയിരിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കുക. ഇതിനെയൊക്കെ റിവേഴ്സ് ചെയ്യാൻ ഈ 30 ദിവസം നിങ്ങൾ എനിക്ക് തന്നാൽ മതി. ജസ്റ്റ് 30 days. ജസ്റ്റ് 30 days. ഈ റമദാൻ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു റമദാൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. ഐ ക്യാൻ ഗ്യാരണ്ടി യു ദാറ്റ്. കാരണം കഴിഞ്ഞ 7 വർഷമായിട്ട് ആളുകളുടെ ഫീഡ്ബാക്കിൽ നിന്ന് എനിക്ക് കിട്ടിയതിന്റെ ബേസിലാണ് ഞാൻ ഈ ഗ്യാരണ്ടി പറയുന്നത്. സോ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ട്രീനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ മരമുണ്ട്, അതിന്റെ അടിയിൽ ചെറിയ മരങ്ങളുണ്ട്. അത് സെൻസിറ്റീവ് മരമാണ്, അത് ഹെൽത്തി മരമാണ്. സോ ഇത് വലുതാവുമ്പോൾ ഇതിൽ കുറെ ഫ്രൂട്ടുകൾ വരും. എന്താണ്? PCOD, PCOS, ആർത്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ, ഏജിങ് ഫാസ്റ്റ് ആവുക, ഫാറ്റി ലിവർ, ക്യാൻസർ, അൾസൈമേഴ്സ്, BP, ഇങ്ങനെയുള്ള ഒബീസിറ്റി, ആർത്രൈറ്റിസ്, PCOD, എല്ലാ സാധനം, ഹാർട്ട് ഡിസീസ് ഒക്കെ വരുന്നതിന്റെ കാരണം എന്താണ്? ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഈ മരത്തിനെ വളരാൻ സമ്മതിക്കാതിരിക്കണമെങ്കിൽ അതിന്റെ റൂട്ടിൽ നമ്മൾ എന്ത് കൊടുക്കണം? റൂട്ടിൽ പോയിട്ട് വെട്ടണം. റൂട്ടിന്റെ കാരണം എന്താണ്? എന്തത് വരാൻ കാരണം? ഒന്ന്, അൾട്രാ പ്രോസസ്ഡ് ഫുഡാണ്, ടു മച്ച് പ്രോസസ്ഡ് ഫുഡ്, ലാക്ക് ഓഫ് സ്ലീപ്പ്, ടു മച്ച് ഷുഗർ കൺസംഷൻ, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകൾ, അതല്ലെങ്കിൽ സീഡ് ഓയിൽസ്, വെജിറ്റബിൾ ഓയിൽ, ഗീ, അതുപോലെ വെജിറ്റബിൾ ഗീ ഒക്കെ പറയുന്ന സംഭവങ്ങൾ, ഇതൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. നമ്മൾ ഇതിനൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു ബേസിക് ബ്ലഡ് ടെസ്റ്റ് എടുക്കണം. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്ക് ഓൾറെഡി അറിയാം എന്തൊക്കെ എടുക്കേണ്ടതെന്നുള്ളത്. പക്ഷെ പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കും. റമദാന് ശേഷം നിങ്ങൾ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കും, നിങ്ങളുടെ കിളി പോകും. പാബിദിനോട് ചോദിച്ചതുപോലെ നീ എന്താ ചെയ്യുന്നത് ചോദിക്കും. സോ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. 2035 ആകുമ്പോഴേക്കും 2-ൽ-1 ഒബീസ് ആയിരിക്കുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യന്റെ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ 36% ആളുകൾ ഒബീസ് ആണെന്ന് പറയുന്നത്. ഇനി കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ള കേസിൽ ഒന്നാമത്തെ ചൈനയാണ്, രണ്ടാമത്തെ ഇന്ത്യയാണ്. 74% മില്യൺസ് ആൾക്കാർക്കാണ് ഡയബറ്റീസ് ഉള്ളത്. ഡയബറ്റീസ് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഒരു സിംറ്റമാണ്, രോഗമല്ല, അത് സിംറ്റമാണ്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു 4 ക്രോണിക് ഡിസീസ് നമുക്ക് ഉണ്ടാവുക: ക്യാൻസർ, അൾസൈമേഴ്സ്, കാർഡിയോവാസ്കുലർ ഡിസീസ്. ഇതിലോട്ടുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഡോക്ടർമാര് ഹാർട്ട് ഡിസീസിന്റെ മരുന്ന് തരും, അല്ലെങ്കിൽ ബ്ലഡ് തിന്നർ വരും, കൊളസ്ട്രോൾ ലോവറിന്റെ ഒക്കെ വരും, ഒക്കെ തരും. എന്താ കാരണം? ഇത് വന്നു കഴിഞ്ഞാൽ അത് വരും എന്നറിയാം. എന്നാൽ ഇതിനെ അങ്ങ് പിടിച്ച് നിർത്തിക്കൂടെ? ഇതിനെ അങ്ങ് ഹീൽ ചെയ്ത് കൊടുത്തൂടെ? അൺഫോർച്ചുനേറ്റ്ലി ട്രെയിൻ ചെയ്തിട്ടില്ല. കുറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 39% ആണ് വേൾഡ് വൈഡിൽ. ഇന്ത്യയാണ് നമ്പർ 2 എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ 3 കേരളമാണ്. ഗോവയാണ് ഫസ്റ്റ്, മൂന്നാമത്തത് കേരളമാണ്. കേരളത്തിൽ 25.5%. ഇത് കുറച്ച് പഴയ സ്റ്റഡിയാണ്, ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് എടുത്തതാണ്. ഈ ന്യൂസിൽ വന്ന സ്റ്റഡി ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. 25% ഡയബറ്റിക് പേഷ്യൻസ്, 18% ആളുകൾ പ്രീ ഡയബറ്റിക് ആണ്. ആൾമോസ്റ്റ് ഒരു 40-50% എന്താണ്? ഓൾറെഡി പ്രശ്നത്തിലാണ്. ഇതിനൊക്കെ ഉള്ള എന്ത് മരുന്ന് കുടിച്ചിട്ടും ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ഡയബറ്റീസ് മരുന്ന് കുടിച്ചിട്ട് ഡയബറ്റീസ് മാറി ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഫാറ്റ് ലിവർ മരുന്ന് കുടിച്ചിട്ട് ഫാറ്റ് ലിവർ മാറി ആരെങ്കിലും പരിചയമുണ്ടോ? കൊളസ്ട്രോൾ മരുന്ന് കുടിച്ചിട്ട് കൊളസ്ട്രോൾ മാറി ആരെങ്കിലും പരിചയമുണ്ടോ? ഇല്ല. ഫാസ്റ്റിംഗ് പ്രോപ്പർലി ചെയ്ത് നോക്കി, ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. ഇനി ഈ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഉള്ളിലുണ്ടാകുന്ന ചില ഹോർമോണൽ ചേഞ്ചസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ PDF സ്ലൈഡ്സ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് സമയം എടുത്ത് ഇതിനെ അനലൈസ് ചെയ്യാം. ഇതിൽ കുറെ വരകളുണ്ട്. അതിലെ പച്ച വര എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. ഓക്കെ, ബ്ലഡ് ഗ്ലൂക്കോസ് ആണ്. അതുപോലെ തന്നെ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്നത് ഗ്ലൈക്കോജൻ ആണ്. അതുപോലെ തന്നെ ബ്ലൂ എന്ന് പറയുന്നത് ഗ്ലൂക്കഗോൺ ആണ്. ഓറഞ്ച് എന്ന് പറയുന്നത് ഇൻസുലിൻ ആണ്. പിന്നെ ഡോട്ട് ആയിട്ടുള്ള ബ്ലാക്ക് കളറുള്ളത് ഫ്രീ ഫാറ്റി ആസിഡ് ആണ്. പിന്നെ സർക്കിൾ ഡോട്ടുകളുള്ള ഒരു സാധനം റെഡ് ഇങ്ങനെ താഴ്ന്ന മേലെ പോകുന്നില്ല, അതെന്താ വെച്ചാൽ കീറ്റോൺ ബോഡീസ് ആണ്. അതിങ്ങനെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും, താഴത്തെ സൈഡിലുണ്ട്. ഓരോ സ്റ്റേജിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 4 to 5 മണിക്കൂർ ആവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ
ഗ്ലൈക്കോജൻ എന്ത് ചെയ്യും? ഗ്ലൈക്കോജൻ താഴോട്ടേക്ക് വരും. അതായത് ബ്ലഡ് ഷുഗർ താഴെ മെല്ലെ കുറയും. ബ്ലഡ് ഷുഗർ കുറയും. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ കാര്യം പറയുന്നത്, ഫാസ്റ്റ് ചെയ്യുമ്പോൾ കാര്യം പറയുന്നത്. സ്റ്റേജ് 1 നമ്മൾ ഗ്ലൂക്കോസ് താഴും. ഗ്ലൂക്കോസ് താഴുന്നതിന് ഭാഗമായിട്ട് നമ്മൾ ലിവറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഗ്ലൈക്കോജൻ റിമൂവ് ചെയ്യും, മസിലിൽ സ്റ്റോർ ചെയ്ത ഗ്ലൈക്കോജൻ റിമൂവ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? ഗ്ലൈക്കോജൻ താഴും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഗ്ലൈക്കോജൻ താഴോട്ട് വരികയാണ്. അതുപോലെ തന്നെ ഗ്ലൂക്കോഗോൺ ചെറുതായിട്ട് മേലോട്ട് കയറിയിട്ടുണ്ട്, ബ്ലൂ കളർ. ഇനി സ്റ്റേജ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ സ്റ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മണിക്കൂർ ആവുന്ന സമയം, 10 to 12 മണിക്കൂർ. ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഗ്ലൈക്കോജനെ കംപ്ലീറ്റ്ലി കുത്തനെ താന്നു. അതായത് ഗ്ലൂക്കോസ് ഇപ്പൊ ബോഡിയിൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ലിവറിൽ നിന്നുള്ളത് ഉപയോഗിച്ചു, മസിൽ നിന്നുള്ളത് ഉപയോഗിച്ചു, ഗ്ലൈക്കോജൻ കംപ്ലീറ്റ് താന്നു. ആ സമയത്താണ് 12 മണിക്കൂർ ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മെല്ലെ കീറ്റോൺസ് കയറി വരുന്നുണ്ടാവും താഴ്ത്തുന്നത്. ആ ചെറിയ റെഡ് കളർ ഡോട്ടുകൾ ഇങ്ങനെ കയറി വരുന്നുണ്ടാവും. കീറ്റോൺസ് കയറുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഗ്ലൈക്കോജനും അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ഫാറ്റി ആസിഡും എന്ത് ചെയ്യും? ഇംപ്രൂവ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേജ് 2 എന്ത് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഗ്ലൈക്കോജൻ കംപ്ലീറ്റ്ലി ബേൺ ഔട്ട് ആവും. സ്റ്റേജ് 3 ഫാറ്റ് ബേണിംഗ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫാറ്റിനെ ബേൺ ചെയ്യാൻ തുടങ്ങുന്നതാണ്. അത് സ്റ്റേജ് 2 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 15 മണിക്കൂർ 16 മണിക്കൂർ സമയത്താണ് സ്റ്റേജ് 3 എത്തുക, ഫാറ്റ് ബേണിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഒരു 12 മണിക്കൂറിന്റെ കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും? ഫാറ്റ് ബേണിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഡിപ്പെൻഡ് ഓൺ ഹൗ മച്ച് ഷുഗർ തലേ ദിവസം അതിൽ ലോഡ് ചെയ്തു, അതിനെ ബേസിലാണ് അതൊക്കെ വരിക. നോർമലി ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഒരുപാട് സ്റ്റഡികളുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചുതരാം, അല്ലെങ്കിൽ PPT ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഒരുപാട് സ്റ്റഡികൾ, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റ് മെറ്റബോളിക് ഇഷ്യൂസ് റിവേഴ്സ് ചെയ്യുന്നത്, ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യുന്നത്, പല അസുഖങ്ങളും റിവേഴ്സ് ചെയ്യുന്നതിന്റെ ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. അതായത് ടൈം റെസ്ട്രിക്റ്റഡ് ഫീഡിങ് പറയും. കുറച്ച് സമയം ഭക്ഷണം കഴിക്കാതിരിക്കുക. അവർ 10-12 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അവരുടെ ബോഡി വെയിറ്റ് ആൾമോസ്റ്റ് അവരുടെ ബോഡി വെയിറ്റ് 1 to 3% കുറഞ്ഞു വന്നും, അവർ എക്സസ് കലോറി ഉപയോഗിക്കുന്നത് കുറഞ്ഞു വന്നും, അവരെ ട്രൈഗ്ലിസറൈഡ് വാല്യൂ 4 മുതൽ 37% വരെ കുറഞ്ഞു എന്ന് പറയും, ട്രൈഗ്ലിസറൈഡ് വാല്യൂ. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഫാസ്റ്റിംഗ് ഇതുവരെ പ്രോപ്പർ ആയിട്ട് ചെയ്യാത്ത ആളുകൾ, കുറച്ച് ഒബീസ് ആയ ആളുകൾ, കുറച്ച് തടിയുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇപ്പൊ ബിജു ഒക്കെ കുറെ അധികം നാള് ഡയബറ്റീസ് ഉള്ളത് കാരണം കുറെ അധികം നാള് ലോ കാർബിൽ പോയിരുന്നു. അപ്പോൾ ബിജു പറഞ്ഞു എന്റെ ബ്ലഡ് ഷുഗർ കൂടുതലാണ്, ഇപ്പോഴും ഞാൻ കാർബ്സ് കഴിക്കുന്നില്ല, ഇപ്പോഴും എന്റെ ബ്ലഡ് ഷുഗർ കൂടുതലാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് കൂടുന്നു പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ കൂടാൻ കാരണം നിങ്ങൾ ഫാസ്റ്റിംഗ് ഇതുവരെ വർഷങ്ങളായിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യാത്തത് കാരണം തന്നെ നിങ്ങളുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫാറ്റിനെ റിലീസ് ചെയ്യുന്നത് ട്രൈഗ്ലിസറൈഡിന്റെ ഫോമിലായിരിക്കും. അപ്പൊ നിങ്ങൾ ഫാസ്റ്റിംഗ് നമ്മളെ പ്രോട്ടോകോളിലൂടെ പോയിട്ട് ഒരു ഫാസ്റ്റിംഗ് ചെയ്തിട്ട് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ബ്ലഡ് ഷുഗർ കൂടുതലായിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് കൂടുതലായിട്ട് കാണിക്കാം. പക്ഷെ അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 1 month ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനമൊക്കെ പോകും, പിന്നെ നിങ്ങൾ നോർമൽ ആവുന്നുള്ളതാണ്. അപ്പോൾ ട്രൈഗ്ലിസറൈഡ് ലെവൽ ഭയങ്കരമായിട്ട് ഡിക്രീസ് ചെയ്യും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. 4ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് ബെനിഫിറ്റ് ഉള്ളതാണ്. ഇവിടെയാണ് നമ്മളെ എനർജി കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആവുക. അതിന് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ കളർ താഴോട്ട് വന്നു, ബ്ലഡ് ഷുഗർ താഴോട്ട് വന്നു. പിന്നെ എന്ത് ചെയ്തു? അതിന് മേലോട്ട് കയറ്റാൻ കാരണം എന്താ വെച്ചാൽ ഫുഡ് കഴിച്ചിട്ടല്ല, കീറ്റോൺ ബോഡീസിനെ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ കീറ്റോൺ ബോഡീസിനെ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും? ഭയങ്കരമായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്, പീക്ക് പെർഫോമൻസ്, നിങ്ങളുടെ ക്ലാരിറ്റി ഒക്കെ നിങ്ങൾക്ക് കൂടുന്നുള്ളതാണ്. 16 hours കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റഡി പോക്കൊക്കെ. ഇതിന്റെ മുമ്പ് ചെറുതായിട്ടൊരു ക്രൈമിംഗ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ നോർമലി നിങ്ങൾ ഫാസ്റ്റിങ്ങിന്റെ ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു അവസാന സെഷനിൽ പറഞ്ഞു തരും എങ്ങനെയാണ് ഇത് റിയൽ ലൈഫിലോ കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെ പറഞ്ഞു തരും. അപ്പോൾ 16 മണിക്കൂറിന് ശേഷം ഒരു സ്റ്റഡി മൂവ്മെന്റ് ആക്കണം, ഫുള്ളി പീസ് ആയിരിക്കും, ദർ ഈസ് നോ ഫ്ലക്സേഷൻ. കാരണം കീറ്റോൺസിലാണ് പിന്നെ നമ്മൾ ബോഡി മൂവ് ചെയ്യാം. 24 hours ശേഷം നമ്മളെ ബോഡി ഓട്ടോഫജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പവർഫുൾ സിസ്റ്റത്തിലോട്ട് മൂവ് ചെയ്യും. നോബൽ സമ്മാനം കിട്ടിയ ഡിസ്കവറിയാണ് ഓട്ടോഫജി എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ബോഡിയിലെ ഡാമേജ് ആയ പഴയ വയസ്സായ സെൽസുകളെ ബോഡി തന്നെ ഫുഡാക്കി മാറ്റി പുതിയ സെൽസിനെ റീപ്ലേസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓട്ടോഫജി എന്ന് പറയുന്നത്. ഇത് 24 hours കഴിഞ്ഞാലാണ് ഓൺ ആവുക. നമ്മുടെ ടിപ്പിക്കൽ റമദാൻ ഫാസ്റ്റിംഗിൽ 24 hours ഒന്നും കിട്ടില്ല. അപ്രോക്സിമേറ്റ്ലി ഒരു 13 മണിക്കൂറോ 14 മണിക്കൂറോ 16 മണിക്കൂറോ കിട്ടുള്ളൂ നമ്മുടെ ഈ ടൈം സോണിനൊക്കെ അനുസരിച്ചിട്ട്. പക്ഷേ നമ്മൾ നമ്മുടെ ബോഡിനെ ട്രിക്ക് ചെയ്യും. വി വിൽ ട്രിക്ക് അവർ ബോഡി ടു മൂവ് ഇൻ ടു ഓട്ടോഫജി സ്റ്റേജ്. അതെങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ 24 hours കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ബോഡി ഹ്യൂജ് ലെവൽ ഓഫ് ട്രാൻസ്ഫോർമേഷനിലൂടെ പോകും. അസുഖങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ഹീൽ ചെയ്യുന്നത് ഈ സ്റ്റേജിലായിരിക്കും. ഇനി വേറെ എന്തൊക്കെയാണ് ഫാസ്റ്റിംഗിന്റെ ബെനിഫിറ്റുകൾ? നേരത്തെ പറഞ്ഞ തന്നെ ബോഡി എന്ത് ചെയ്യും? സെൽഫ് ക്ലീനിങ് മെക്കാനിസം ഓൺ ആവും. ഓട്ടോഫജി എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഡീടോക്സ് മെക്കാനിസം ഓൺ ആവും. നിങ്ങൾ കുറെ പച്ചക്കറി ജ്യൂസും ബീട്രൂട്ടും അടിച്ച് കലക്കി കുടിച്ചോണ്ട് ഡീടോക്സ് നടക്കൂല. അതിന്റെ പ്രോസസ്സ് വേറെയാണ്. അത് കുടിച്ചതുകൊണ്ട് നമുക്ക് സമാധാനം കിട്ടത്തുള്ളൂ. കുറെ ആൾക്കാർ ബീട്രൂട്ട് കലക്കി കുടിച്ചിട്ട് വെറുതെ ലിവറിനെ ഡാമേജ് ആക്കാന്നല്ലാതെ അതുകൊണ്ട് കാര്യമില്ല. ഡീടോക്സ് ആണ് വേണ്ടത്. ഓട്ടോഫജി ഓൺ ആവണമെങ്കിൽ ഫാസ്റ്റിംഗ് ചെയ്താൽ മതി. 10 പൈസ ചെലവില്ല, ഫ്രീ ഓഫ് കോസ്റ്റ്.
സോ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്, റിയൽ പ്രോസസ് എന്ന് പറയുന്നത് ഓട്ടോഫജി ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ കീറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം ബോഡി ഫാറ്റ് ഉപയോഗിക്കും, ഭയങ്കരമായിട്ടുള്ള ക്ലാരിറ്റി ആയിരിക്കും, തടിയിൽ ഒരു ഓട്ടോമാറ്റിക് തടി കുറയും. അതാ സംശയം പറഞ്ഞത് എങ്ങനെ തടി കുറയും എനിക്ക് തന്നെ അറിയില്ല. തടി കുറയും, നിങ്ങളുടെ സ്കിന്ന് ഗ്ലോ ചെയ്യും, ബിക്കോസ് റിപ്പയർ നടക്കുകയാണ്. പഴയ വയസ്സായ സെൽസിനെ അവിടെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഫാസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നില്ല. റമദാനിന് ഫാസ്റ്റിംഗ് ചെയ്യുക, റമദാൻ വെറുതെ പട്ടിണി കിടക്കൽ മാത്രമേ നമുക്ക്, റിയൽ ഫാസ്റ്റിംഗ് നമ്മൾ എത്തുന്നില്ല. നിങ്ങളുടെ എല്ലാ അസുഖങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്താൻ, ക്രോണിക് ഡിസീസ്, അതുപോലെ കാർഡിയോവാസ്കുലർ ഡിസീസ്, ഡയബറ്റീസ്, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, അൾസൈമേഴ്സ് പോലത്തെ എല്ലാ ഡിസീസിൽ നിന്നും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഫാസ്റ്റിംഗ് സഹായിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഗട്ടിനെ ഹീൽ ചെയ്യും. എല്ലാ അസുഖങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഗട്ടിൽ നിന്നാണ്. നിങ്ങൾ പരീക്ഷ കേട്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോ ഒരു മൾട്ടി മില്യണർ ആണ്, നിങ്ങൾക്ക് നല്ല ഫാമിലി ഉണ്ട്, നിങ്ങൾക്ക് നല്ല ബിസിനസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ സ്റ്റിൽ സം പീപ്പിൾ ഡോണ്ട് ഫീൽ ഹാപ്പി. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹാപ്പി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗട്ടുന്ന. ഗട്ട് ഡാമേജ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വലിയ സക്സസ്ഫുൾ ആയിട്ട് ആളാലും കാര്യമില്ല, നിങ്ങൾക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ആ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യില്ല, അത് ഗട്ടുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഗട്ട് ഹീലിംഗ് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മിക്കവാറും അസുഖങ്ങൾ എന്ത് ചെയ്യും, മാറും എന്നുള്ളതാണ്. ഗട്ട് ഡാമേജ് ആയി കഴിഞ്ഞാൽ തൈറോയ്ഡ് ഇഷ്യൂ വരും, ഫാറ്റി ലിവർ വരും. അതായത് ഫാറ്റി ലിവർ വരെയുള്ള വൺ റീസൺ എന്ന് പറയുന്നത് ഗട്ടിലെ ഇഷ്യൂ ആണ്. അനദർ റീസൺ ടു മച്ച് ഷുഗർ ആണ്. അനദർ റീസൺ ടു മച്ച് ഫ്രക്ടോസ്, ഫ്രൂട്ട് ജ്യൂസുകൾ അടിച്ച് കുടിച്ച് കഴിച്ചാൽ ഫാറ്റി ലിവർ വരും, യൂറിക് ആസിഡ് വരും. പിന്നെ ദിസ് ഇസ് പവർഫുൾ, സ്റ്റെം സെൽസ് തെറാപ്പി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫേമസ് ആയ ആളുകളൊക്കെ ഇപ്പോ എഫ്സൻ ഫയലൊക്കെ വന്നതിന് ശേഷം കുറെ കോൺട്രവേഴ്ഷ്യലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയുന്നത് വളരെ പുതിയ സംഭവമൊന്നുമില്ല, പഴയ സംഭവമാണ്. നമ്മുടെ യങ് ആയിട്ടുള്ള സെൽസുകളെ എടുത്തിട്ട് ഫ്രീസ് ചെയ്യും, എന്നിട്ട് നമ്മൾ വയസ്സായേക്കുന്ന പ്രായമാകുന്ന സ്കിന്നിലൊക്കെ എന്ത് ചെയ്യും, അത് ഇഞ്ചക്ട് ചെയ്യും. സ്റ്റെം സെൽസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുട്ടികളിലൊക്കെ കൂടുതലുണ്ടാകുന്ന സാധനമാണ്. നമ്മൾ എവിടെയാണോ ഈ സെൽസിനെ പോയി കുത്തി വെക്കുന്നത് ആ സെല്ല് അതായിട്ട് മാറും. സ്റ്റെം സെൽസ് എടുത്ത് കണ്ണിൽ കുത്തിവെച്ചാൽ അത് കണ്ണിന്റെ സെല്ലായിട്ട് മാറും. സ്റ്റെം സെൽ എടുത്ത് എന്റെ ഹാർട്ടിൽ കുത്തിവെച്ചാൽ അത് ഹാർട്ടിന്റെ സെല്ലായിട്ട് മാറും. എന്റെ ലിവറിൽ കുത്തിവെച്ചാൽ ലിവറിന്റെ സെല്ലായിട്ട് മാറും. ബ്രെയിനിൽ കുത്തിവെച്ചാൽ ബ്രെയിനിന്റെ. സ്റ്റെം സെൽസിന്റെ പ്രത്യേകതയാണ്, ഇതൊരു സൂപ്പർ സെല്ലാണ്. ഇറ്റ് ക്യാൻ കൺവേർട്ട് ഇൻ ടു എനി ഫോം. സ്റ്റെം സെൽസ് ക്രിയേഷൻ, സ്റ്റെം സെൽസ് തെറാപ്പി പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു തെറാപ്പിയാണ്, ഭയങ്കര എക്സ്പെൻസീവാ. പക്ഷെ ഗോൾ ചെയ്ത് നോക്കി എത്ര സ്റ്റെം സെൽ തെറാപ്പി. ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റിംഗിൽ കിട്ടും. ഫ്രീ 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 പക്ഷെ ഫ്രീ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഇടങ്ങേറ് വേണം, ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയി കിടക്കണം. ഫ്രീ വേണ്ട, ഈസിനെസ് പഠിച്ച പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഇടങ്ങേറല്ല, എളുപ്പമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ പറയണേ നമുക്ക് ഇടങ്ങേറ വേണം, എളുപ്പം നമുക്ക് പറ്റില്ല. ഫ്രീ ആണല്ലോ. ടൈപ്പ് 2 ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനും ഇൻസുലിൻ സെൻസിറ്റിവിറ്റിനെ കീപ്പ് ചെയ്യാൻ സഹായിക്കും. ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമ്മൾ ന്യൂട്രീഷൻ സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മുടെ ബോഡിയിൽ സെൽസിൽ ഓക്സിഡേഷൻ നടക്കും, ടു മച്ച് സ്ട്രെസ് ഉണ്ടാവും. ഈ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. അതായത് കീറ്റോൺസ് എന്ന് പറയുന്നത് ഒരു ആന്റി ഇൻഫ്ലാമറ്ററി മരുന്നാണ്. നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കണം എന്ന് പറയാൻ കാരണം അതിൽ ആന്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ടാണ്. അത് എന്ത് ചെയ്യും, ഈ സ്ട്രെസ്സിനെ ഒഴിവാക്കാനുള്ള സാധനം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അത് മിക്കവാറും നമ്മൾ കിട്ടുന്നില്ല. ഇപ്പോഴത്തെ ജെനറ്റിക്കലി മോഡിഫൈഡ് ആണ്. ഫ്രൂട്ട്സ് ഹാർവെസ്റ്റ് ചെയ്തിട്ട് വീട്ടിലെത്തുമ്പോഴത്തേന് അതിന്റെ സംഭവങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഓക്കെ, അത് വേറെ ഡിസ്കഷനാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറക്കാനും ഇൻഫ്ലമേഷൻ കുറക്കാനും മിക്കവാറും ആളുകൾ, ചില ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മാറൂഫേ എടാ ഞാൻ പച്ചവെള്ളം കുടിച്ചാലും തടിക്കും. അത് ഭക്ഷണം കഴിച്ചാൽ തടിയല്ല, അത് ഇൻഫ്ലമേഷൻ ആണ്. എനിക്ക് ഒരു ഫിലിം സ്റ്റാർ, ഒരു ഹിന്ദി ഫിലിം സ്റ്റാർ, അതിന്റെ ലേഡിയുടെ പേര് ഞാൻ റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ ലേഡി പറഞ്ഞു ഞാൻ പല ഡയറ്റും ചെയ്തൊന്നും നടക്കില്ല, പിന്നെ എനിക്ക് മനസ്സിലായി എന്റെ ബോഡി ഇൻഫ്ലമേഷൻ ആണ്. സോ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പച്ചവെള്ളം കുടിച്ചാലും തടിക്കും, എന്ത് കഴിച്ചാലും തടിക്കും. കാരണം ഇൻഫ്ലമേഷൻ റിമൂവ് ചെയ്യാൻ ഫാസ്റ്റിംഗ് സഹായിക്കും, ഫ്രീ ഓഫ് കോസ്റ്റ്. HCRP കൂടുതൽ ആളുകൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ടക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് അത് കുറയും. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കൂടും. ഇതൊരു പവർഫുൾ സാധനം. എങ്ങനെ സെൽഫ് കോൺഫിഡൻസ് പറ്റി നടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, പടച്ച റബ്ബേ എനിക്ക് സൂപ്പർ എന്റെ ബോഡി. കാരണം 12 മണിക്കൂർ 18 മണിക്കൂർ ഫുഡില്ലാതെ എനിക്ക് പോകാൻ പറ്റുന്ന അറിയാണല്ലോ. ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരാണ്ട്, ഇത് ഭയങ്കര വലിയ കോൺഫിഡൻസ് ആണ്. സോ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും എന്ത് ചെയ്യും, കൂടും എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ ഫുഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യും. അതായത് ഫുഡ് നിങ്ങളെ കൺട്രോൾ ചെയ്യല്ല, നിങ്ങൾ ഫുഡിനെ കൺട്രോൾ ചെയ്യും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. പണ്ട് ബാച്ചലർ റൂമിൽ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ വെള്ളിയാഴ്ച എവിടെയാണ് ഓഫ് ഉണ്ടാകുന്നത്, നല്ല ബിരിയാണിയൊക്കെ അടിച്ച് 2 പ്ലേറ്റ് ബിരിയാണി കഴിച്ച് മത്ത് പിടിച്ച് കിടക്കായിരിക്കും. അപ്പോഴായിരിക്കും അപ്പുറത്തെ റൂമിലെ കൃഷ്ണൻ ഭായി ഒരു പിസ കൊണ്ടുവരിക. അപ്പോൾ പിസ കൊണ്ടുവരുമ്പോൾ പിന്നെയും നമ്മൾ എടുത്തടിക്കും. അപ്പൊ ഒരു ദിവസം എന്റെ ഒരു ഫ്രണ്ട് എന്നെ കുറ്റം പറയണ, നീ എന്താണ്, നീ ഫുഡ് ഫ്രീഡം ആയിട്ട് നീ അത് കഴിക്കൂല എങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ, ഒരു ദിവസം നമ്മൾ മരിച്ചു പോകില്ല എന്നൊക്കെ എന്നോട് പറയും. അപ്പൊ ഞാൻ ഒരു ദിവസം അവനോട് ചോദിച്ചു, ഇപ്പൊ 2 പ്ലേറ്റ് ബിരിയാണി കിടക്കല്ലേ ഫുള്ള് മപ്പായിട്ട്, ഇപ്പൊ കൃഷ്ണൻ ഭായി എനക്ക് പിസ കൊടുത്തത് നീ കഴിക്കുമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു യെസ് ഓഫ് കോഴ്സ് ഞാൻ കഴിക്കും.
അവിടെ ചങ്ങായി ഫുള്ള് വയറ് ഫുള്ളാണ്, അത് പറഞ്ഞിട്ട് ഞാൻ കഴിക്കും. അതെന്താ വെച്ച് കഴിഞ്ഞാല് ഫുഡ് ഈസ് കൺട്രോളിങ് ഹിം, ഹീ ഈസ് നോട്ട് കൺട്രോളിങ് ഫുഡ്. അത് നമ്മൾ പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കും, പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്തതിന്റെ ഭാഗമായിട്ട് കഴിക്കുന്നത്, അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ കൊണ്ട് കഴിപ്പിക്കില്ലല്ലോ. സോ ഫുഡ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഫുഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ ഡിസൈഡ് ചെയ്യും. ഇത് എനിക്ക് വേണ്ട, വേണ്ട, അത്രേ ഉള്ളൂ. അവിടെ വിൽ പവറിന്റെ ആവശ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ലാസ്റ്റ് വണ്, ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു എൻ്റർ എ സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്. ഇത് പല ആളുകളും കിട്ടാറില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഉച്ചയാകുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരും ചില ആളുകൾ. മറൂഫെ അല്ലെങ്കിൽ എനിക്ക് നോമ്പാട്ടോ ഇച്ചിന്റെ പുറത്തെ വർത്തമാനം പറയണ്ട എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്രെയിന് ഭയങ്കരമായിട്ട് ഫോക്കസ് ആവും, ഷാർപ്പാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ പട്ടിണി കിടക്കുമ്പോൾ നമ്മളെ ബോഡി ബ്രെയിന് മനസ്സിലാകും, ഇനി ഇവനെ പട്ടിണി എനർജി കൊടുത്തിട്ടില്ലെങ്കിൽ, ഫോക്കസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവൻ ഹണ്ട് ചെയ്യൂല, ഗ്യാദർ ചെയ്യൂല, അതുകൊണ്ട് തന്നെ നമ്മൾ മരിച്ചു പോകുന്നു നമ്മുടെ ഉള്ളിലുള്ള സിസ്റ്റത്തിന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഫ്രൂട്ട്സുകളോ എന്തെങ്കിലും ആനിമൽസിനെ, ചെറിയ എന്തെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടെത്തണമെങ്കിൽ ഒരു ചെറിയ ഹണി കോമ്പ് ഉണ്ട്, അല്ലെങ്കിൽ തേനിന്റെ ഒരു കൂടുണ്ട്, ഇതൊക്കെ മരത്തിന്റെ അടിയിൽ ഒളിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ഉണ്ട്, അത് മരത്തിന്റെ അടിയിൽ ഒളിഞ്ഞിട്ടുണ്ടാവുക. ഇതിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഭയങ്കര ഷാർപ്പ് ലേസർ ഫോക്കസ് വേണം. ഈ ലേസർ ഫോക്കസ് ഈ ഫാസ്റ്റിംഗ് തരും. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അതിനെ ദേഷ്യപ്പെടാനാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങളെ കമ്പനിയിലോ നിങ്ങളുടെ പ്രൊജക്റ്റിലോ ഇട്ട് നോക്കി, നമുക്ക് റിട്ടേൺ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. സോ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ പോവാൻ ഫാസ്റ്റിംഗ് സഹായിക്കും. ബിക്കോസ് നിങ്ങളുടെ ബ്രെയിന് ക്ലാരിറ്റി ഉണ്ടാവും, ബിക്കോസ് യു ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ഫുഡ് ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ എത്താൻ പറ്റുന്നതാണ്. സോ ഇൻ ഷോർട്ട്, ഫാസ്റ്റിംഗ് നിങ്ങളുടെ എൻ്റയർ സെല്ലുലാർ മെഷീനെ റീപ്ലേസ് ചെയ്യും. ഓരോ സെല്ല് ലെവലിലും ഫാസ്റ്റിംഗ് എന്ത് ചെയ്യും, പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് എ ആന്റി ഇൻഫ്ലാമറ്ററി മെക്കാനിസം ആണ്. അതായത് ഇൻഫ്ലമേഷനെ കുറക്കുന്ന, നമ്മൾ വെജിറ്റബിളും ഫ്രൂട്ട്സും കഴിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്, നമ്മൾ എന്തിനാ വൈറ്റമിൻസ് എടുക്കണം എന്ന് പറയാൻ കാരണം അതെന്താണ്, നിങ്ങളെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ അതിനെ കുറക്കണം, അവിടെയുള്ള പ്രശ്നങ്ങളെ ഹീൽ ചെയ്യണം. ഇത് ഓരോ സെല്ലിലും നടക്കുന്ന ഫ്രീ ഓഫ് കോസ്റ്റ് നടക്കുന്ന പ്രോഗ്രാമാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. 10 പൈസ ചെലവില്ല, എല്ലാ കൊല്ലവും എല്ലാ മുസ്ലിങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല. ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഗട്ട് റീസെറ്റ് ആയി, ഞാൻ പറഞ്ഞ തന്നെ മിക്കവാറും ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗട്ട് നിന്നാണ്. ഗട്ട് റീസെറ്റ് ആയി കഴിഞ്ഞാൽ, കാരണം ഫുഡ് ഇല്ലാതിരിക്കുമ്പോൾ മാത്രമേ അതിനെ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. 24 മണിക്കൂർ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഗട്ടിന് റെസ്റ്റ് ഇല്ല. ഗട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം കൊടുക്കണം അതിനെ ക്ലീൻ ആക്കാൻ. നമ്മൾ ഓഫീസിൽ എപ്പോഴാണ് ആൾക്കാർ ക്ലീനിങ്ങിന് വരിക, ഓഫീസ് തുടങ്ങുന്നതിന് മുമ്പേ വരിക. കാരണം ഓഫീസ് സ്റ്റാഫ് വന്നിട്ട് പിന്നെ ക്ലീനിങ് ചെയ്ത് അവിടെ സമയം ഉണ്ടാവില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. സിമിലർലി ഗട്ടിന് റീസെറ്റ് ചെയ്യാൻ, ഗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായ മുതൽ ഏനസ് വരുന്ന ഒരു ഫുൾ പ്രോസസ്സാണ്, അല്ലാതെ വയറിന്റെ പീസ് മാത്രമല്ല. നമ്മൾ ന്യൂട്രീഷന്റെ സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു, ഒരുപാട് ഹ്യൂജ് ലെവൽ ഓഫ് ഹീലിംഗ് നടക്കും ഫാസ്റ്റിംഗിൽ എന്നുള്ളതാണ്. അതുപോലെ തന്നെ കീറ്റോൺസ് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്ന കാരണം തന്നെ നിങ്ങൾക്ക് അബണ്ടൻസ് ഓഫ് എനർജി ഉണ്ടാകും. മറ്റൊന്ന് ഞാൻ പറഞ്ഞ മൈറ്റോകോൺട്രിയാസ്, ഇവരാണ് ശരിക്കും നമ്മളെ ജീവിപ്പിക്കുന്നത്, ഇവരാണ് നമുക്ക് എനർജി തരുന്നത്. ഇവരും വയസ്സാവും, സെൽസ് വയസ്സാവുന്നത് പോലെ തന്നെ ഇവരും വയസ്സാവും. മൈറ്റോകോൺട്രിയൽ ജെനിസിസ് എന്ന് പറഞ്ഞ പ്രോസസ് ആണോ, അതായത് മൈറ്റോകോൺട്രിയനെ റിപ്പയർ ചെയ്യുന്ന പ്രോസസ്. ഓട്ടോഫജി എന്ന് പറഞ്ഞാൽ തന്നെ മൈറ്റോകോൺട്രിയക്കും പ്രായമാവും, മൈറ്റോകോൺട്രിയം എനർജി പ്രൊഡ്യൂസ് ചെയ്യാതാവും. ഇത് ബാറ്ററികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യാതെ പ്രോപ്പറായിട്ട് ഇതിനെയും റിപ്പയർ ചെയ്യുന്നത് ഫാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, വാട്ട് ആൻ അമേസിംഗ് സിസ്റ്റം. സോ മൈറ്റോകോൺട്രിയൽ റിപ്പയർ നടക്കും, മൈറ്റോകോൺട്രിയൽ ജെനിസിസ്. നിങ്ങളെ എനർജി ലെവൽ ഷൂട്ട് ചെയ്യും. അതാണ് ഹാബിദും അല്ലെങ്കിൽ സാദിഖ് ഭായും അല്ലെങ്കിൽ ഇവരൊക്കെ പറഞ്ഞത് എനർജി കൂടി എന്ന് പറയാൻ കാരണം എന്താ, അവരെ വയസ്സായ മൈറ്റോകോൺട്രിയനെ അവരെ ബോഡിനെ റിവേഴ്സ്. ഞാനൊന്നും ചെയ്തിട്ടില്ല. അവരോട് ഇത് ചെയ്യും, ഇതിന് സയൻസ് പറഞ്ഞെടുത്തു, അവരത് ഇംപ്ലിമെന്റ് ചെയ്തു, അവർക്ക് കോൺഫിഡൻസ് വന്നവർ ചെയ്തു. ക്ലാസ് നൗ ദർ ഈസ് എ ക്രൂയിസിംഗ് ആൾട്ടിറ്റ്യൂഡ് വിൻഡോ. അതായത് നമ്മൾ ഫ്ലൈറ്റ്, സാദിഖ് ഭായിനെ ചോദിച്ചാൽ അറിയാം, ഇവര് എവറേസ്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്ലൈറ്റ് ഇവർ പ്ലാൻ ചെയ്യും ഇവിടുന്ന് എടുക്കണം. അപ്പൊ ഇന്ത്യയിലോട്ട് ഞാൻ ഇവിടുന്ന് വരികയാണ്, കൊച്ചിയിലോട്ട് വരികയാണ്. അപ്പോൾ ഞാൻ ദുബായിൽ നിന്ന് ഞാൻ ക്രൂയിസിംഗ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എയറോപ്ലെയിന് നമ്മളിപ്പോൾ എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് പിന്നെ ഒരു സർട്ടൈൻ സമയം എത്തിക്കഴിഞ്ഞാൽ ഈ എയറോപ്ലെയിന് ഡിസൈൻ ചെയ്തിട്ടുള്ള, ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ക്രൂയിസിംഗ് ആൾട്ടിറ്റ്യൂഡ് ഉണ്ടാവും. അതായത് ഒരു സർട്ടൈൻ ഹൈറ്റിന്റെ മേലെയും പോകില്ല, ഒരു സർട്ടൈൻ ഹൈറ്റിന്റെ താഴെയും പറക്കൂല. കാരണം ഈ ആൾട്ടിറ്റ്യൂഡിൽ പറഞ്ഞാലാണ് ഫ്യൂവൽ കൺസംഷൻ കുറയാം. കുറെ മേലേക്ക് പോയാലും ഒരുപാട് പെട്രോൾ കത്തും, കുറെ താഴത്തേക്ക് പോയാലും കുറെ പെട്രോൾ കത്തും, റെസിസ്റ്റൻസ് കൂടും. അപ്പൊ ഇവർക്കൊരു ക്രൂയിസിംഗ് വിൻഡോ ഉണ്ടാകും എല്ലാ ഫ്ലൈറ്റിനും, എനി ഫ്ലൈറ്റ്. ഇതുപോലെ തന്നെ നമുക്കും ഒരു ക്രൂയിസിംഗ് വിൻഡോ ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ സിമ്പിളാണ്. ഫാസ്റ്റിംഗ് നമ്മൾ എക്സ്ട്രീം ഫാസ്റ്റിംഗ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വന്നിട്ട് സാദിഖ് ഭായി അല്ലെങ്കിൽ ഷംഷീറും അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പറയണത് ഏതൊരാൾക്കും, ഏതൊരു മനുഷ്യനും
ഏതൊരു ജോലി ചെയ്യുന്ന ഒരാൾക്കും ഏത് ഷെഡ്യൂളിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കും ചെയ്യാൻ പറ്റുന്ന ക്രൂയിസിംഗ് വിൻഡോ നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ എക്സ്ട്രീമിസ്റ്റുകളല്ല, എക്സ്ട്രീമിസ്റ്റിലോട്ട് നമ്മൾ പോകുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ടു മച്ചും പോകുന്നില്ല, ടു ലിറ്റിലും പോകുന്നില്ല, നമ്മളൊരു മിഡിലാണ് പോകുന്നത്. ആ ക്രൂയിസിംഗ് വിൻഡോ എന്ന് പറയുന്നത് 14 മണിക്കൂറാണ്. മിനിമം നിങ്ങൾ 16 മണിക്കൂർ മുതൽ ഒരു 16 മണിക്കൂറിന്റെ ഇടയിൽ വരെ നിങ്ങൾക്ക് ഏതൊരു വ്യക്തിക്കും ഫാസ്റ്റ് ചെയ്യാൻ പറ്റും. 16 മണിക്കൂർ വരെ നിങ്ങൾക്ക് ഫാസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, യു ആർ ബയോളജിക്കലി സിക്ക്, നിങ്ങൾ രോഗിയാണ്. എഴുതി വെച്ചോളി. ഒരു മനുഷ്യന് 16 മണിക്കൂർ വരെ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ യു ആർ ലിറ്ററലി സിക്ക്. അപ്പൊ നമ്മുടെ ഗോള് ഒരു 16 മണിക്കൂറാണ്. 16 മണിക്കൂറിന് താഴെ പോയാലും വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല. 16 മണിക്കൂറിന് മേലെ പോയ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ മിനിമം എന്ത് ചെയ്യണം, ഒരു 16 മണിക്കൂറിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് സിസ്റ്റം മനസ്സിലാക്കി കഴിഞ്ഞാൽ, പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു ക്യാൻ ഫ്ലെക്സ് ഇറ്റ്. ഓക്കെ, യു ക്യാൻ ചേഞ്ച് ഇറ്റ്, നോ പ്രോബ്ലം. 16 മണിക്കൂറാണ് നമ്മൾ അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഫാസ്റ്റിംഗ് ക്രൂയിസിംഗ് വിൻഡോ എന്ന് പറയുന്നത്. നമ്മൾ ടാർഗറ്റ് ചെയ്യുക 16 മണിക്കൂറാണെന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത, ഫാസ്റ്റിംഗ് ഒരു ഡയറ്റ് അല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഫാസ്റ്റിംഗ് ഒരു ഡയറ്റ് അല്ല. ഏത് ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിലും അതിന്റെ കൂടെ ഫാസ്റ്റിംഗ് പോയിട്ട് പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ കമ്പ്യൂട്ടറിൽ, മൊബൈൽ സോഫ്റ്റ്വെയർ ടീമിലൊക്കെ പ്ലഗ് ഇൻ എന്ന് പറയും. ഒരു സോഫ്റ്റ്വെയർ വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്ലഗ് ഇൻ ഉണ്ടാവും. ഒരു സംഗതി ആഡ് ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആവും. ഇതുപോലെ തന്നെ ഫാസ്റ്റിംഗ് ഒരു പ്ലഗ് ഇൻ ആണ്. ഏത് ലൈഫ് സ്റ്റൈലിൽ പോയിട്ടും ഏത് ഡയറ്റിൽ പോയിട്ട് ഇത് പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റും. ഈവൻ നിങ്ങൾ കച്ചറ ജങ്ക് ഫുഡ് കഴിക്കുകയാണെങ്കിലും ഫാസ്റ്റിംഗ് കണക്ട് ചെയ്യാൻ പറ്റും. ഈവൻ ഫ്രഞ്ച് ഫ്രൈസും ബർഗറും കഴിച്ചാണ് നിങ്ങൾ ജീവിക്കണതെങ്കിലും സ്റ്റിൽ ഫാസ്റ്റിംഗ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പൊ ഇനി അത് പറഞ്ഞ നാളെ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ച പോലെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. സ്റ്റിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിന്റെ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. അപ്പോ നിങ്ങളുടെ ജോലിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഈ 16 മണിക്കൂർ എവിടെയാണെന്നുള്ളത്. അതായത് ഈറ്റിംഗ് വിൻഡോ, ഫാസ്റ്റിംഗ് വിൻഡോ ചൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ആണ്, എനിക്ക് ഇഷ്ടമുള്ള ഒരു ഈറ്റിംഗ് വിൻഡോ എന്ന് പറയുന്നത് ഒരു 12 മണി ടു 8 മണിയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം. അവിടെ നിങ്ങൾക്ക് കലോറി കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, റെസ്ട്രിക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴിക്കാം. ഇനി മറ്റൊരു ഓപ്ഷനാണ് 10 മണി മുതൽ 6 മണി വരെ. ഈ ഒരു വിൻഡോയിൽ കഴിക്കുന്ന ആളുകളുണ്ട്. ഒരു ലഞ്ച് സെൻട്രിക് ആണ്, ഇത് ബ്രേക്ക്ഫാസ്റ്റ് സെൻട്രിക് ആണ്. പിന്നെ ഡിന്നർ സെൻട്രിക് ആണ്. ഒരു 7 മണി മുതൽ ഏർലി ഡിന്നർ സെൻട്രിക്, അതായത് ഒരു 7 മണി മുതൽ ഒരു 3 മണി വരെ ഈ സെന്ററിൽ കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇതിനെ എങ്ങനെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. സോ ഫാസ്റ്റിംഗ് ഈസ് നോട്ട് എ ഡയറ്റ്. ഏത് ഡയറ്റിന്റെ കൂടെയും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഫാസ്റ്റിംഗിന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ മായി ബന്ധപ്പെട്ടതല്ല. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ബെനിഫിറ്റ്സ് കം ഫ്രം ചേഞ്ചിങ് വെൻ യു ഈറ്റ്, നോട്ട് വാട്ട് യു ഈറ്റ്. എപ്പോഴാണ് നിങ്ങൾ കഴിക്കണത് എന്നുള്ളതിലെ വ്യത്യാസമുള്ളൂ. എന്താണ് നിങ്ങൾ കഴിക്കണത് എന്നുള്ളതിൽ ഇവിടെ പ്രശ്നമില്ല. ഈ പ്രോട്ടോകോളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. എന്ത് കഴിക്കുന്നു എന്നുള്ളതിനെക്കാട്ടും ഉപരി എപ്പോ കഴിക്കുന്നു എന്നുള്ള പ്രത്യേകത. ഇതാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പ്രത്യേകത. അപ്പൊ നിങ്ങൾ ഏത് കച്ചറ ഡയറ്റ് ആണെങ്കിലും യു ക്യാൻ സ്റ്റിൽ കണക്ട് ഫാസ്റ്റിംഗ്. പക്ഷെ നിങ്ങൾ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഹ്യൂജ് ലെവൽ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. സോ അഗെയിൻ ദിസ് ഇസ് കുറെ സ്റ്റഡീസ് ആണ്. അതായത് 12 മണിക്കൂർ ഒരാഴ്ചയിൽ 8 മണിക്കൂർ ടൈം റെസ്ട്രിക്റ്റഡ് ഫീഡിങ്ങിൽ പോയ സമയത്ത് ബോഡി വെയിറ്റ് 3% കുറഞ്ഞു, അവരെ കലോറി ഇൻടേക്ക് കുറഞ്ഞു എന്നൊക്കെയാണ് പല സ്റ്റഡിയിലും. 300 കലോറി വരെ പെർ ഡേ അവരെ ഇൻടേക്ക് കുറഞ്ഞു എന്നുള്ളതാണ്. ഇനി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സെഷൻ നമ്മൾ കുറച്ചധികം പോയി. ഓക്കെ, ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫാസ്റ്റിംഗ് പ്രോട്ടോകോളിൽ വി ആർ നോട്ട് റിമൂവിങ് എനി ഫുഡ് ഓർ ആഡിങ് എനി ഫുഡ്. ജസ്റ്റ് നമ്മൾ കുറച്ചു നേരം ഫുഡ് ഇല്ലാതെ പോവുക മാത്രമാണ് ചെയ്യുന്നത്. സോ വി ആർ നോട്ട് റിമൂവിങ് എനി ഫുഡ്, വി ആർ നോട്ട് ആഡിങ് എനി ഫുഡ്. ഫാസ്റ്റിംഗ് പ്രോട്ടോകോളിൽ നിങ്ങൾ എന്താണോ കഴിക്കണത് കഴിക്കുക. ഓൺലി കണ്ടീഷൻ ഈസ് നമ്മളെ യങ് മേക്കർ പ്രോട്ടോകോളിൽ പറയുന്ന ചില ഫുഡുകൾ ഉണ്ട്, അത് ആരും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ചില ഫുഡുകളുണ്ട്, അത് മാത്രം ഒഴിവാക്കുക. അതായത് റിഫൈൻഡ് ഓയിൽസ്, സീഡ് ഓയിൽസ്, വെജിറ്റബിൾ ഓയിൽസ്, വെജിറ്റബിൾ ഗീ, ഇത് നിങ്ങൾ ഉപയോഗിക്കരുത്. അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ കള്ള് കുടിക്കുന്ന ഒരാളാണോ, സിഗരറ്റ് വലിക്കുന്ന ഒരാളാണോ, സൺഫ്ലവർ ഓയിലും സീഡ് ഓയിൽസും ഉപയോഗിക്കുന്ന ഒരാളാണോ, കള്ള് കൂടി സിഗരറ്റ് വലിയും കണ്ടിന്യൂ ചെയ്തോളി. സീഡ് ഓയിൽസും അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിൽസും വെജിറ്റബിൾ ഗീ ഒക്കെ നിർത്താൻ പറയും. ബിക്കോസ് അത്രക്ക് ടോക്സിക് ആണത്. അപ്പൊ ഇത് മാത്രം, ഇത് നമ്മുടെ എല്ലാ പ്രോട്ടോകോളിലും ഇത് ഹറാമാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ വീട്ടിൽ ഇത് കേട്ടത് ഞാൻ പറയാം. പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് വലിയ കൺട്രോൾ ഒന്നുമില്ല, ഹോട്ടലിൽ പോകുമ്പോൾ ഒരു രക്ഷയില്ല, ദർ ഇസ് നോ ഓപ്ഷൻ. പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ വീട്ടിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല. വെളിച്ചെണ്ണ ഉപയോഗിക്കാം, ബട്ടർ ഉപയോഗിക്കാം, ഗീ ഉപയോഗിക്കാം, ഒക്കെ ഉപയോഗിക്കാം. പശുവിൻ ബട്ടർ, പശുവിൻ നെയ്യ്, വെളിച്ചെണ്ണ, ഇതൊക്കെ ഉപയോഗിക്കാം. അപ്പോ ഫാസ്റ്റിംഗിൽ നമ്മുടെ പ്രോട്ടോകോളിൽ നമ്മൾ ഒരു സാധനവും റിമൂവ് ചെയ്യുന്നില്ല, ഒരു സാധനവും പുറത്തുനിന്ന് വേറെന്തോ ഒരു സാധനം കുത്തിക്കയറ്റുന്നില്ല.
വളരെ സിമ്പിൾ ആണ്. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡയറ്റിന്റെ കൂടെയും പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റുന്ന, ഏത് ലൈഫ് സ്റ്റൈലിന്റെ കൂടെയും പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോട്ടോകോൾ ആണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ റമദാനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ചൊന്ന് ഒരുങ്ങും. ഈ നനച്ചുകുളി എന്നൊക്കെ കേട്ടിട്ടുണ്ട് ചില ആളുകൾ, വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഫുഡിൽ ഒരു നനച്ചുകുളി പ്ലാൻ ചെയ്യും. ഓക്കെ, റമദാന്റെ മുമ്പ് നനച്ചുകുളി. 2 ഹാക്കുകളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ ടെമ്പററി ഹാക്കാണ് ഇത്. നമ്മൾ ഫാസ്റ്റിംഗ് തുടങ്ങുന്നതിന്റെ റമദാൻ തുടങ്ങുന്ന സമയത്ത് ഒന്ന് മാറ്റം വരുത്തും. നിങ്ങൾ ഏതെങ്കിലും സമയത്ത്, ഏറ്റവും ബെസ്റ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പാണ്, ഏതെങ്കിലും സമയത്ത് 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ പൊട്ടുന്ന കുപ്പിയിൽ വരുന്ന ഡാർക്ക് ബോട്ടിലിൽ വരുന്ന ഒലിവ് ഓയിലോ ഉപയോഗിക്കാം. ഒലിവ് ഓയിലിൽ ഒരുപാട് ചാത്തൻ ഒലിവ് ഓയിലുകൾ അവൈലബിൾ ആണ്. റിഫൈൻഡ് ആയിട്ട് ഉപയോഗിക്കരുത്, പ്ലാസ്റ്റിക് കുപ്പിയിലുള്ള ഉപയോഗിക്കരുത്. കറുത്ത പൊട്ടുന്ന കുപ്പിയിലുള്ള ഒലിവ് ഓയിൽ മാത്രം ഉപയോഗിക്കുക. അതിൽ ചെക്ക് ചെയ്യുക, അതിൽ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ആണെന്നുള്ളത് കൺഫേം ചെയ്യുക ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട്. ഇനി അതില്ലെങ്കിൽ പശു നെയ്യ് എല്ലാവർക്കും കിട്ടും, അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് കഴിക്കാൻ പറ്റുന്നത് വെരി ഗുഡ്. അല്ലെങ്കിൽ ലഞ്ചിന് മുമ്പ് കഴിക്കാം. എപ്പോഴാണോ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത് മിനിമം 1 ടേബിൾ സ്പൂൺ എങ്കിലും ഗീയോ വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ കഴിക്കുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഗീ രാവിലെ കഴിക്കാം, വെളിച്ചെണ്ണ ഉച്ചക്ക് കഴിക്കാം, ഈവനിങ് ഡിന്നറിന് മുമ്പ് നിങ്ങൾക്ക് ഒലിവ് ഓയിൽ കഴിക്കാൻ നോ പ്രോബ്ലം. മിനിമം എന്ത് ചെയ്യുക, അതിൽ ഏതെങ്കിലും ഒരെണ്ണം 1 പ്രാവശ്യമെങ്കിലും കഴിക്കുക. ഇനി നിങ്ങൾക്ക് പ്ലസ് പോയിന്റ്, ബോണസ് പോയിന്റ് വേണമെങ്കിൽ 3 എണ്ണം നിങ്ങൾ കഴിക്കാം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബോഡിയുടെ ഗീറിനെ മാറ്റാൻ, ഫാറ്റ് ബേണിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നിങ്ങളെ ബോഡിനെ റമദാനിന്റെ മുമ്പ് തന്നെ ട്രെയിൻ ചെയ്യാൻ. ഇപ്പൊ നോർമലി ഇതിൽ കീറ്റോ ഡയറ്റ് എടുത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റും. അതായത് കീറ്റോ ഡയറ്റിൽ ടിപ്പിക്കലി കീറ്റോ റാഷസ് വരും. അതായത് കാർബ്സ് കട്ട് ചെയ്തിട്ട് ഒരു ഫ്യൂ ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ ഹ്യൂജ് ലെവൽ റാഷസും ഭയങ്കര തലവേദനയും ഭയങ്കര പ്രശ്നം വരും. നമ്മളെ പ്രോട്ടോകോളിൽ അങ്ങനെ തലവേദനയോ പ്രശ്നമൊന്നും വരില്ല. ബിക്കോസ് നമ്മളൊരു സ്ലോ ട്രാൻസിഷനിലൂടെ പോവാം. അപ്പൊ റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത്, ഫസ്റ്റ് ടെമ്പററി ഹാക്ക് എന്ന് പറയുന്നത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ പശു നെയ്യ് അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, നല്ല ക്വാളിറ്റി ഒലിവ് ഓയിൽ. ഇതെന്ത് ചെയ്യുക, 1 ടീസ്പൂൺ മിനിമം കഴിക്കുക. ഏതെങ്കിലും മീലിൽ കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ബെറ്റർ ആണ്. ഇനി ബോണസ് പോയിന്റ് വേണമെങ്കിൽ എല്ലാ 3 മീലിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത്തെ ടെമ്പററി ഹാക്ക് എന്ന് പറയുന്നത്, ഈ ഗീ കഴിച്ച് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയോ ദോശയോ പുട്ടോ കടലയോ എന്താണോ നിങ്ങൾ കഴിക്കുന്നത് കഴിച്ചോളൂ. അതിന്റെ മുമ്പ് മിനിമം 1 എഗ്ഗ്, പറ്റുമെങ്കിൽ 3 എഗ്ഗ്. ഇനി ഒന്നുകൂടി പറ്റുന്ന ആൾക്കാർക്ക് 4, 5, 6, 7, 8, 10 ഒക്കെ കഴിച്ചോളൂ, കുഴപ്പമില്ല. ബിജൊക്കെ 10 എഗ്ഗ് ഒരു ദിവസം കഴിക്കുന്നുണ്ട് മിനിമം. സോ മിനിമം 1 എഗ്ഗ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ മുമ്പ്, അത് ബുൾസ ആക്കിയിട്ടോ ഓംപ്ലേറ്റ് ആക്കിയിട്ടോ പുഴുങ്ങിയിട്ടോ പച്ചക്കോ എങ്ങനെ വേണമെങ്കിലും കഴിച്ചു, കുഴപ്പമില്ല. നിങ്ങളുടെ ബോഡിയിൽ അത് എത്തണം എന്നേ ഉള്ളൂ. സോ ഈ 2 ഹാക്കാണ് നമ്മൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വീട്ടിൽ അറ്റ്ലീസ്റ്റ് വെളിച്ചെണ്ണ ഉണ്ടാവും, നെയ്യ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു, എഗ്ഗ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എഗ്ഗ് ഇല്ലെങ്കിൽ നാളെ പുറത്ത് പോയിട്ട് എഗ്ഗ് വാങ്ങിയിട്ട് വന്നാൽ മതി. ഓക്കെ, അപ്പൊ നാളെ മുതൽ അടുത്ത ശനിയാഴ്ച വരെ നമ്മൾ എല്ലാ ഞായറാഴ്ചയാണ് പുതിയ ഹാബിറ്റ് ആഡ് ചെയ്യുക. അപ്പൊ ഈ ഒരാഴ്ചക്കുള്ള ഹാബിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒന്നും കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്യുന്നത് ഇതാണ്, സൺഫ്ലവർ ഓയിൽ, സീഡ് ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ കട്ട് ചെയ്തോളൂ. അത് ഫാസ്റ്റിംഗിലല്ല, നമ്മൾ ഒരു പ്രോഗ്രാമിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അത് ഹൈലി നിങ്ങളെ രോഗിയാക്കുകയും നിങ്ങളെ ഡയബറ്റിക് ആക്കുകയും നിങ്ങളെ ഇൻസുലിൻ സ്റ്റാർ ആക്കുകയും നിങ്ങൾക്ക് സകല രോഗങ്ങളും വരാൻ അത് ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ അത് കട്ട് ചെയ്യണം. അത് ദർ ഇസ് നോ ഓപ്ഷൻ. അതല്ലാതെ നിങ്ങളെ ലൈഫിൽ നിങ്ങൾ വേറെ ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന്റെ കൂടെ നിങ്ങൾ ഇതുകൂടി ആഡ് ചെയ്യാം. 1, 2, 3 എഗ്ഗ് ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം ഇഡ്ഡലി ദോശ പുട്ടോ കടല എന്താ കഴിച്ചോളൂ, നോ പ്രോബ്ലം. ക്ലിയർ? സോ ഇതാണ് നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഹങ്കർ ഈസ് എ മെസ്സേജ്, നോട്ട് എ കമാൻഡ്. യു ആർ ദ സിഇഒ ഓഫ് യുവർ ബയോളജി എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. യെസ്, സോ അൽതാഫ്, വിച്ച് എഗ് ഈസ് ഗുഡ്, വൈറ്റ് ഓർ ബ്രൗൺ? എനി എഗ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. വൈറ്റിലും ബ്രൗണിലും അതിന്റെ ന്യൂട്രീഷൻ വാല്യൂല് വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് നല്ല ക്വാളിറ്റി എഗ് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ്. ഇപ്പൊ യൂണിയൻ കോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള എഗ് കിട്ടും, അത് ഉപയോഗിക്കാം. വാട്ട് അബൌട്ട് കോക്കനട്ട് ഓയിൽ? കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ബ്രാൻഡ് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് നോർമലി ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന, മലപ്പുറത്തു നിന്നും അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന്, പല തൃശ്ശൂരിൽ നിന്നൊക്കെ വരുന്ന പല നല്ല കോക്കനട്ട് ഓയിലിന്റെ ബ്രാൻഡുകളുണ്ട്. ഞാൻ ആ ബ്രാൻഡ് പറയാത്തത്, നിങ്ങൾക്ക് ആ ബ്രാൻഡ് പറഞ്ഞാൽ അതില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം പറയുന്നത്. അപ്പോൾ അത് ഈസിയായി മനസ്സിലാക്കാൻ പറ്റുന്നത്, അങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ തന്നെ അത് കട്ട കുത്തിയിട്ടുണ്ടാവും. എസ്പെഷ്യലി ഈ സമയത്ത് കട്ടയായിരിക്കും, അത് ഒലിക്കൂല. ഇനി അതില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ RKG അല്ലെങ്കിൽ പിന്നെ മിൽമന്റെ ഒക്കെ നെയ്യ് നിങ്ങൾക്ക് എല്ലായിടത്തും കിട്ടും, അത് ഉപയോഗിച്ചാലും മതി. ചോദ്യം, മുട്ടയുടെ മഞ്ഞ കഴിക്കാൻ പറ്റുമോ? അബ്സല്യൂട്ട്ലി മുട്ടന്റെ മഞ്ഞ കഴിക്കാൻ പറ്റും. വൺ ഓഫ് ദ ഹെൽത്തിയസ്റ്റ് ഫാറ്റ് ആണ്. മുട്ടനെ കുറിച്ചിട്ടുള്ള ഫാറ്റ് പ്രശ്നമാണെന്നുള്ളതൊക്കെ മാറി അമേരിക്ക എന്ത് ചെയ്തു, അവർ ഡയറ്ററി
പിരമിഡൊക്കെ തലകുത്തനെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ടോപ്പിൽ ഗീയും മുട്ടയും ബീഫും സ്റ്റേക്കും ഒക്കെയാണ്. സോ മുട്ട മഞ്ഞ കഴിക്കാൻ സോൾട്ടഡ് ആണോ അൺസോൾട്ടഡ് ആണോ? എങ്ങനെ? ബട്ടർ സോൾട്ടഡ് ആണോ അൺസോൾട്ടഡ് ആണോ? എനി ബട്ടർ യു ക്യാൻ കൺസ്യൂം, നോ പ്രോബ്ലം. 3 prior to sleep വേണ്ട ലാസ്റ്റ് മീൽ. യെസ്, 3 മണിക്കൂർ മുമ്പ് ലാസ്റ്റ് മീൽ കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ബട്ടർ ഈസ് ഓക്കെ, ബട്ടർ ഓക്കെ ആണ്. 1 ടേബിൾ സ്പൂൺ ആണ്, ടേബിൾ സ്പൂൺ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീക്ക് ഇതേ സമയം കാണാം. ഓക്കെ, സ്റ്റാർട്ട് വിത്ത് 1 ടേബിൾ സ്പൂൺ ആൻഡ് ഫോളോ ബൈ 1 egg. യെസ്, മിനിമം 1 egg. You can increase the egg amount. Okay. Yes. Thank you so much. Good night. Assalamu alaikum.